ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻലി LDC LGS 2024 എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. CPOയുടെ എക്സാം എഴുതുന്നവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ക്ലാസ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് ആണ്. നമ്മുടെ ഒരു ക്ലാസിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 150 ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസും ഉണ്ട്, അല്ലാതെ ഒരു മെത്തേഡും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ക്ലാസിന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ് കൂടുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം നമുക്ക് കമ്മിങ് മൺഡേ മുതൽ നമ്മുടെ ക്ലാസ്സിന്റെ എണ്ണം കൂടും. ഏതൊക്കെ ടൈമിലാണ് ക്ലാസ് എന്നുള്ളത് ഞാൻ നിങ്ങളെ അന്നേരം ഇൻഫോം ചെയ്യാം കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ NCA കാറ്റഗറിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കാം. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശമേത്? ഹിമാലയം, പശ്ചിമഘട്ടം, മേഘാലയ പീഠഭൂമി, പൂർവ്വഘട്ടം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്ന പശ്ചിമഘട്ടമാണ്. എന്റെ ജോഗ്രഫി ക്ലാസ്സിൽ തന്നെ ഞാൻ നേരത്തേക്ക് എടുത്തു തന്നിട്ടുള്ളതാണ്. പിന്നെ പോരാതെ SCRTയും കൂടിയാണ് കേട്ടോ ഇത്. ഇന്ത്യയിൽ മൺസൂൺ മഴ ലഭിക്കുന്ന പ്രദേശം, ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 12, തിപ്പായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപ്പായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ നേപ്പാൾ, ഇന്ത്യ ചൈന, ഇന്ത്യ ഭൂട്ടാൻ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിന് കാരണമായിട്ടുള്ള ഡാം ആണ് ഏതെന്ന് പറയുന്ന തിപ്പായ് മുഖ് ഡാം. ഓക്കെ, തിപ്പായ് മുഖ് ഡാം എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്, ഊർജിത് പട്ടേൽ, രഘുറാം രാജൻ, D സുബ്ബറാവു. ആരെ മക്കളെ? ശക്തികാന്ത ദാസ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നബാർഡ് നിങ്ങൾക്കറിയാം നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് അല്ലെ. അപ്പൊ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1, B ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. നമുക്കറിയാവുന്നതാണ് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് ഏത്? നബാർഡ്. അപ്പം 1ാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ് അല്ലെ. അതും നേരാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. അപ്പം ഇതും കറക്റ്റ് ആണ്. നെക്സ്റ്റ്, നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. തീർച്ചയായും നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ 3 ഈ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. നോക്കൂ, ഓപ്ഷൻ A 1, 2, ഓപ്ഷൻ B 1, 3, ഓപ്ഷൻ C 2, 3 ആൻഡ് ഓപ്ഷൻ D 1, 2 and 3. അപ്പം ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇതെല്ലാം. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകരിക്കപ്പെട്ട ബാങ്കാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഇതൊക്കെ എന്റെ പ്രീവിയസ് ക്ലാസ്സിലുണ്ട്. ഇത് പോരാണ്ട് SCRTയിലുള്ളതാണ്. നെക്സ്റ്റ്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉജ്ജീവനം പദ്ധതി. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ കാണാറുള്ളതാണ്. ഉജ്ജീവനം പദ്ധതി. നെക്സ്റ്റ്, ഗോൾഡൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റെവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? A മുട്ട, B മത്സ്യകൃഷി, C പെട്രോളിയം, D ഹോർട്ടിക്കൾച്ചർ അല്ലെ. ഗോൾഡൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോൾഡ് റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം. നെക്സ്റ്റ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തില് ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ് കേട്ടോ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം.
നെക്സ്റ്റ്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് SCRT ക്വസ്റ്റ്യൻ ആണോ, അല്ലാതെ ഇക്കണോമിക്സ് ഒക്കെ ഞാൻ എടുത്തു വന്നിട്ടുള്ളതാണ്. PC മെഹലനോബിസ്, M വിശ്വേശ്വരയ്യ, KN രാജ, സുഖമോയ് ചക്രവർത്തി. ആരാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ആരാ? PC മെഹലനോബിസ് അല്ലെ. PC മെഹലനോബിസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം. ഓപ്ഷൻ A 109, ഓപ്ഷൻ B 209, ഓപ്ഷൻ C 74 ഓപ്ഷൻ D 169. ധനബില്ലിനെ കുറിച്ചുള്ള ധനബില്ലിനെ കുറിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഓർത്ത 80th ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നതാണ് കേട്ടോ, ബാക്കിലേക്ക് പോയത്. അപ്പം ധനബില്ലിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മളിപ്പോ പറയുന്നത് 19ാമത്തെ അല്ലെ. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് പറയുന്നത് എത്രയാണ്? അനുച്ഛേദം 109 ആണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 109 ആണ് ധനബില്ലിനെ സംബന്ധിച്ച ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം. നെക്സ്റ്റ്, താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഓരോ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. നമുക്ക് 3 ലിസ്റ്റ് അല്ലേ ഉള്ളത്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ അതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, പൊതുജന ആരോഗ്യം കൺകറന്റ് ലിസ്റ്റിലാണോ ഉൾപ്പെടുന്നത്? പൊതുജന ആരോഗ്യം അല്ല. മായം ചേർക്കല് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ തൊഴില് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. വ്യാപാരവും വാണിജ്യവും ഉൾപ്പെടുന്നില്ല. ഇപ്പൊ ഓപ്ഷൻ നോക്കിയേ, 1ഉം 2ഉം അല്ല, 2ഉം 3ഉം അല്ലെ. ഓപ്ഷൻ 2ഉം 3ഉമാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ യൂണിയൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരാതെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അതെന്താണെന്നും അതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളും പഠിച്ചു വെക്കണം. പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് വായിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും യൂസ്ഫുൾ ആണ് എന്നുള്ള ആ ഒരു കമന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് സാധാരണയായിട്ട് ഞാനിങ്ങനെ കുറെ കമന്റ്സ് എഴുതാറുണ്ട്, പേരങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല, എന്നാലും ഡെയിലി കമന്റ് ഇടുന്ന കുറെ പേരുണ്ട്. ഒരു അനു പിള്ളയുണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ മായ, പിന്നെ യൂസർ എന്നിട്ടിട്ട് എനിക്കിത് പറയാൻ വയ്യ, എന്തൊക്കെയോ സ്പെല്ലിങ്ങുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരിത്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഒരു രാജ്യമോള്, ഇങ്ങനെ കുറച്ച് പേരുടെ കമന്റ്സ് അത് സ്ഥിരം കാണുന്ന കമന്റ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുമ്പോഴേ നമ്മളിപ്പം ഞാൻ എന്താ പറയുക, അപ്പോഴേ നമ്മുടെ മനസ്സിലിങ്ങനെ എന്നും കാണുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ വന്ന പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എല്ലാവരോടും നിങ്ങളുടെ സപ്പോർട്ടിന് അല്ലെ, നിങ്ങളുടെ കമൻസിന്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിന് ഒക്കെ ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഇതൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുട്ടികളോട് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്. പെട്ടെന്ന് എല്ലാവരുടെയും പേരൊന്നും അങ്ങനെ വരില്ല. ഇതിപ്പോൾ സ്ഥിരം കണ്ട് എനിക്ക് ഫെമിലിയർ ആയ പേരാണ്. ചില വാർത്തകളൊക്കെ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് മിക്കവാറും ഒരാഴ്ച ആ ന്യൂസ് തന്നെ പോകുമ്പോൾ നമ്മുടെ തലയിൽ നിൽക്കും എന്ന് പറഞ്ഞ പോലെയാണ്. സ്ഥിരം അവരുടെ കമൻറ്റ് വായിക്കുന്നതുകൊണ്ടാണ് ആ പേരെൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. അല്ലാതെ ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്നോർത്ത് ആർക്കും എന്നോട് വിരോധമൊന്നും തോന്നരുത് കേട്ടോ. അപ്പം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഭയങ്കര സന്തോഷം, അതിയായി നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ലിങ്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നാളെ മോർണിംഗ് ക്ലാസ് 7 AM ഉണ്ടായിരിക്കില്ല. 150 ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉണ്ടാവും, പക്ഷേ നാളെ 7 AM അപ്ലോഡ് ചെയ്യത്തില്ല, കുറച്ച് വൈകും കേട്ടോ. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 11 o'clock 150 ടോപ്പിക്സിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ 150 ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉണ്ട്, 7 AM ഉണ്ടാവില്ല, 11 o'clock ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ 11 മണിക്ക് കാണാം. താങ്ക് യു.